എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, വയനാട് ചൂരൽമല ദുരന്തം ഉണ്ടായത് വലിയൊരു ദുരന്തം തന്നെയാണ്. നമ്മളിൽ നിന്നും ഒരുപാട് പേര് നഷ്ടപ്പെട്ടു പോയല്ലേ. അപ്പം അതിൽ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അച്ഛനെയും അമ്മയെയും സഹോദരിയെയും അച്ഛൻ്റെ കുടുംബത്തേക്ക് ഒരുപാട് പേര് നഷ്ടപ്പെട്ടു കുട്ടിക്ക്. അപ്പം അവൾക്ക് താങ്ങായി നിന്നത് നമ്മുടെ ജിൻസൺ എന്ന് പറയുന്ന അവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പയ്യൻ മാത്രമായിരുന്നു. അപ്പോൾ ആ പയ്യനും തൊട്ടടുത്ത ദിവസത്തിൽ ഒരു വാഹനാപകടത്തിൽ മരിച്ചുപോയി. അപ്പോൾ ആ കുട്ടി തീർത്തും അനാഥയായതുപോലെ ആയി. ഒരു വലിയൊരു വിഷമം വന്നു. അതിൽ നിന്നും കരകയറി വന്നപ്പോഴത്തേക്കും അവളെ കൈപിടിച്ച് കയറ്റിയ ആളും അവളിൽ നിന്ന് നഷ്ടമായി. അപ്പോൾ നമ്മുടെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, ശ്രുതിക്കൊരു വീട് വേണം, ജോലി വേണമെന്നൊക്കെ. അപ്പം ആ വീഡിയോ ജിൻസൺ മരിച്ചതിന് ശേഷം വൈറലായിരുന്നു. അപ്പം അത് കണ്ട് നമ്മുടെ ബോച്ചെ ശ്രുതിയെ ഹോസ്പിറ്റലിൽ കാണാൻ വരികയും ശ്രുതിക്ക് വീട് വെച്ച് കൊടുക്കുന്ന കാര്യം, കാരണം ജിൻസൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എല്ലാ വീഡിയോയിലും ജിൻസൺ പറയുന്നതാണ് ശ്രുതിക്ക് ഒരു വീട് വേണമെന്ന്. അപ്പോൾ ആ ഒരു വാഗ്ദാനമായിട്ടാണ് നമ്മുടെ ബോച്ചെ ശ്രുതിയുടെ അടുത്ത് എത്തിയത്. നമ്മുടെ ബോച്ചെ ആദ്യം ഹോസ്പിറ്റലിൽ വന്ന് കണ്ടത് നമ്മുടെ ജെൻസൻ്റെ അച്ഛനെയാണ്. അപ്പം ശ്രുതിക്ക് ഇനി സ്വന്തം എന്ന് പറയാൻ നമ്മുടെ ജെൻസൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ജെൻസൻ്റെ അച്ഛനും അമ്മയാണ് ഇപ്പോൾ ശ്രുതിയെ സ്വന്തം മകളായിട്ട് തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ശ്രുതിക്ക് അവർ മാത്രമേ ഉള്ളൂ സ്വന്തം എന്ന് പറയാനായിട്ട്. അപ്പോൾ ജെൻസൻ്റെ അച്ഛൻ അതുപോലെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വന്നാൽ ശ്രുതിക്ക് ആരുണ്ട് എന്നാണ് ഞാൻ പറയാൻ പോണത്. ഈ ഏട്ടനുണ്ട് എന്നും. പിന്നെ ജെൻസന്റെ ഏറ്റവും വലിയൊരു വിഷമം, ആള് എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതിക്ക് സേഫായിട്ടൊരു വീട് വേണമെന്നുള്ളതാണ്. ആ വീട് നമുക്ക് കൊടുക്കാം. ബാക്കിയൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല, പ്രകൃതിയുടെ ഭാഗമല്ലേ. അപ്പൊ ആ ഒരു സങ്കടം അറിയിക്കാം. ബെൻസന്റെ പിതാവിനെ കണ്ട ശേഷം അതോടൊപ്പം അപകടത്തിന്റെ ആഘാതം കൊണ്ട് കാലിനൊക്കെ ഗുരുതരമായി പരിക്കേറ്റുമാണ് ചികിത്സയിലുള്ളത്. കൽപ്പറ്റയിലെ ലിയോ ആശുപത്രിയിലാണുള്ളത്. അവിടെയാണ് ബോച്ചെ എത്തി ഇപ്പോൾ ശ്രുതിയെ. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പം എനിക്ക് വളരെയധികം വിഷമം തോന്നി കേട്ടോ. അതുകൂടാതെ തന്നെ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം പ്രത്യേകം എനിക്ക് ഓർമ്മ വന്നു, നിങ്ങൾക്ക് ഓർമ്മ വന്നോ എന്നറിയില്ല. കെവിൻ്റെയും നീനുവിൻ്റെയും കാര്യം, നമ്മുടെ സമൂഹത്തിൽ നിന്നും ദുരഭിമാന കൊലയാൽ മരണപ്പെട്ട കെവിൻ. അപ്പോൾ കെവിൻ മരണപ്പെട്ടപ്പോൾ നീനുവിനെ കെവിൻ്റെ അച്ഛൻ എങ്ങനെ സംരക്ഷിച്ചോ അതുപോലെ തന്നെയാണ് ജെൻസൻ്റെ അച്ഛൻ ശ്രുതിയെ ചേർത്ത് പിടിക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ അതാണ് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ആ വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടു, കെവിൻ്റെ അച്ഛന് ഓർമ്മ വന്നു എന്ന്. അപ്പോൾ അതുപോലെ തന്നെ ജെൻസൻ്റെ അച്ഛന് ശ്രുതിയെ സംരക്ഷിക്കാനും ജെൻസൻ എങ്ങനെ നോക്കുമോ അതുപോലെ തന്നെ ശ്രുതിയെ മകളായിട്ട് കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ ആ അച്ഛന് ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ളൊരു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവരുതേ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. പക്ഷേ പ്രകൃതിയാണ്, ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആർക്കും ഒരു ആപത്തും വരല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.